ആരെയും വീഴ്ത്തുന്ന ഗ്യാസ് ട്രബിൾ ഈസിയായി സോൾവ് ചെയ്യാം. ഏതു പ്രായക്കാരെയും ഒരുപോലെ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഗ്യാസ് ട്രബിൾ. നെഞ്ചിരിച്ചിൽ, പുളിച്ചുതികട്ടൽ, കലശലായ ഏമ്പക്കം എന്നിങ്ങനെ പല ലക്ഷണങ്ങളും ഇതോടൊപ്പം ഉണ്ടാകാറുണ്ട്. ജീവിതചര്യകളിലെ വ്യത്യാസവും ഭക്ഷണശീലങ്ങളിലെ മാറ്റങ്ങളുമാണ് ഗ്യാസ് ട്രബിളിനുള്ള മുഖ്യ കാരണം. ശരിയായ ഭക്ഷണം ശരിയായ സമയത്ത് കഴിക്കുന്നതിലൂടെ ഗ്യാസ് ട്രബിൾ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ കഴിയും. പാലും മീനും പോലെയുള്ള വിരുദ്ധ ആഹാരങ്ങൾ, ശരീരത്തിന് ഹിതമല്ലാത്ത ആഹാരപാനീയങ്ങൾ, ദുഷിച്ചതും പഴകിയതുമായ ആഹാരവസ്തുക്കൾ, എണ്ണയിൽ വറുത്തതും എരിവും പുളിയും അധികമുള്ളതുമായ ഭക്ഷണങ്ങൾ, പഴക്കം അറിയാതിരിക്കാനും കേടാകാതിരിക്കാനുമായി രാസപദാർത്ഥങ്ങൾ ചേർത്ത ഭക്ഷണം, ശരീരത്തിന് ഹിതമല്ലാത്ത ആഹാരപാനീയങ്ങൾ എന്നിവയെല്ലാം ഗ്യാസ് ട്രബിളിന് വഴിവെക്കും. ഗ്യാസ് ട്രബിൾ നിയന്ത്രിക്കാനായി വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന പല മാർഗങ്ങളുമുണ്ട്. 2 ഏലക്ക എടുത്ത് തൊണ്ടോടുകൂടിയോ അല്ലാതെയോ പൊടിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. വെള്ളം ആറിയ ശേഷം കുടിക്കുന്നത് മൂലം അസിഡിറ്റിക്ക് ആശ്വാസം ലഭിക്കും. 2 അല്ലി വെളുത്തുള്ളി ചുട്ട് ചതച്ചു കഴിക്കുന്നതും അസിഡിറ്റി അകറ്റാൻ സഹായകമാണ്. ഗ്രാമ്പു വായിലിട്ട് ചവയ്ക്കുന്നത് ദഹനത്തെ സഹായിക്കുകയും അസിഡിറ്റി അകറ്റുകയും ചെയ്യുന്നു. കട്ടത്തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗ്യാസ് ട്രബിൾ അകറ്റാനുള്ള ഉത്തമ വഴിയാണ്. കാൽസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് പാൽ. അതുകൊണ്ടുതന്നെ പാൽ ശീലമാക്കുന്നത് വയറിനുള്ളിലെ അധികമായ ആസിഡിനെ അകറ്റാൻ സഹായിക്കും. അയമോദകവും ഇന്ദുപ്പും കൂടി പൊടിച്ച് ചൂടുവെള്ളത്തിൽ കഴിക്കുന്നതും ഗ്യാസ് ട്രബിൾ കുറയാനുള്ള മാർഗമാണ്. ഒരു കഷ്ണം ചുക്ക്, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ സമം ചേർത്ത് 3 നേരം കഴിക്കുന്നതിലൂടെയും അസിഡിറ്റിയിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്നതും ദിവസം 2 നേരം നെല്ലിക്കപ്പൊടി കഴിക്കുന്നതും അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നു. തുളസിയിലയിട്ട തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും തുളസിയില വെറും വയറ്റിൽ കടിച്ചു ചവയ്ക്കുന്നതും ഗ്യാസ് ട്രബിളിന് ഉത്തമ പരിഹാരമാണ്. ഇഞ്ചി ചതച്ച് അല്പം ശർക്കര ചേർത്ത് കഴിക്കുന്നതും ഗ്യാസ് ട്രബിൾ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കും. പുതിനയില തിളപ്പിച്ച വെള്ളത്തിലിട്ട് കുടിക്കുന്നതും വെറുതെ ചവയ്ക്കുന്നതും ഗ്യാസ് അകറ്റി ദഹനപ്രക്രിയയെ എളുപ്പത്തിലാക്കാൻ ഉത്തമമാണ്.